നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഒന്നുകിൽ ഈ വീട്ടിൽ ഞങ്ങളെ അംഗീകരിക്കണം, അല്ലെങ്കിൽ പറഞ്ഞതുപോലെ തന്നെ തരാനുള്ള സ്വത്ത് തന്നേക്ക് ഞങ്ങൾ പോയേക്കാം. ഈ കുടുംബം ഒന്നായി പോണോ അതോ അടിച്ചു പിരിയണോന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളൊക്കെ തന്നെയാ. വാ പ്രണവ്, നമുക്ക് റൂമിലേക്ക് പോ. ഇവര് എന്താന്ന് വെച്ചാ തീരുമാനിക്കട്ടെ. വാ പ്രണവ്, പോവാം. വാ. ഈ കുടുംബം തകർന്നല്ലോ ഭഗവാന്. ഇവിടുത്തെ എല്ലാ സമാധാനം നശിക്കാൻ പോവാണല്ലോ ഭഗവാന്. എന്ത് നടക്കാൻ പാടില്ലാത്ത കരുതിയോ അത് തന്നെ നടന്നല്ലോ. ആ ദുഷ്ട കാലെടുത്ത് വെക്കുന്നതിന് മുൻപ് ഈ കലഹം ആരംഭിച്ചല്ലോ. ഇപ്പൊ വസുവിന് സമാധാനായോ? അല്ലേ? നീ വിചാരിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ നടന്നല്ലോ. പാർവതി, എന്താ ഇത്? കരയാതിരിക്കും, കരയാതിരിക്കും നീ. ഇത് ഞാൻ എങ്ങനെ സഹിക്കും ഗോപേട്ട? മുറിയിലോട്ട് പോ. എല്ലാം തകർന്നു, എല്ലാ സമാധാനം പോയി ഭഗവാന്. വാ പാറു. ശിവാനി തീ കൊളുത്തിയത് ഈശ്വരമംഗലത്തെ പൂജാമുറിയിൽ മാത്രമല്ല, ഇവിടുത്തെ സന്തോഷത്തിലും സമാധാനത്തിലും ഒക്കെ കൂടിയാ. ഹാ, ഇനി ഇതങ്ങോട്ട് ആളിപ്പടരാൻ പോവാ മോളെ. പിന്നെ നിനക്ക് പിടിച്ചു നിൽക്കാനാവില്ല നിധി. വെയിറ്റ് ആൻഡ് സീ. ആ, സ്വകാര്യമായി എന്തൊക്കെയോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു ഏട്ടത്തി. കാത്തിരിക്കായിരുന്നു ഞാൻ. പറഞ്ഞോളൂ. വീണ്ടും എന്റെ മുമ്പിൽ യാചിക്കാനാണ് ഈ കൂടിക്കാഴ്ചയെങ്കില് സമയം കഴിഞ്ഞു പോയല്ലോ ഏട്ടത്തി. വിവാഹം നടന്നു കഴിഞ്ഞില്ലേ? ഇനി കടുംപിടുത്തത്തിൽ നിന്ന് മയപ്പെട്ടിട്ടോ യാചിച്ചിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല. എല്ലാം എന്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞേട്ടത്തി. വസു പറഞ്ഞതെല്ലാം ശരി തന്നെയാ. ചെയ്യേണ്ടതെല്ലാം ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനി അത് നോക്കി നിന്ന് ആസ്വദിക്കേണ്ട ജോലിയെ വസുവിനുള്ളൂ. നിനക്ക് എങ്ങനെ മനസ്സ് വന്നു ഇങ്ങനെയൊക്കെ ചെയ്യാൻ? നിനക്കറിയാം ശിവാനിയെ, നന്നായിട്ട് തന്നെ അറിയാം. വിവാഹ മണ്ഡപത്തിൽ നിന്ന് കണ്ണി കണ്ടവന്റെ കൂടെ ഒളിച്ചോടിപ്പോയവളാ അവള്. അവളുടെ കഴുത്തില്ല വസു നീ എന്റെ പ്രണവിനെ കൊണ്ട് താലി കെട്ടിച്ചത്. എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് കര കാണാ കയത്തിലേക്ക് നീ അവനെ തള്ളിവിട്ടില്ലേ? അവന്റെ ജീവിതം നശിപ്പിച്ചില്ലേ? നോക്കേട്ടത്തി, വാക്കുകൾ ഉപയോഗിക്കുമ്പോ സൂക്ഷിച്ചുപയോഗിക്കണം.
ഇപ്പൊ എന്ത് ദോഷം സംഭവിച്ചു പോയെന്നാ ഏട്ടത്തി പറയുന്നത്? ഈ പ്രായത്തിലുള്ള ഏതൊരു പിള്ളേർക്കും തോന്നുന്ന ഒരു ആഗ്രഹം, സിനിമയിൽ അഭിനയിക്കണമെന്നൊരു മോഹം. അതിന് കണ്ണീ കണ്ടവന്റെ കൂടെ ഒളിച്ചോടി പോയി എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കരുത് ഏട്ടത്തി. അല്ലെങ്കിൽ തന്നെ ചെയ്തത് തെറ്റായി പോയെന്നൊരു കുറ്റബോധം ഉണ്ട് ശിവാനിക്ക്. എന്താ അതുപോരെ? നീ നൊന്തു പ്രസവിച്ച മകനാണ് പ്രണവെങ്കിൽ അവന്റെ ഭാര്യയായി നീ ശിവാനി സ്വീകരിക്കുമായിരുന്നോ? അങ്ങനെ ഒരു ചിന്ത പോലും നിന്റെ മനസ്സിൽ ഉണ്ടാവുമായിരുന്നില്ല അല്ലേ? അപ്പോ എന്റെ മകൻ ആയതുകൊണ്ട് അവനെ ഏത് പടുകുഴിയിലും കൊണ്ടുചെന്ന് ചാടിക്കാം അല്ലേ? ഏട്ടത്തി ഈ പോയിന്റിലേക്ക് എത്തുന്നതിനു വേണ്ടി തന്നെയാ ഞാൻ കാത്തിരുന്നത്. ഗൗതമിനെ ഞാൻ വളർത്തിയതേ എന്റെ മകനായിട്ടാ. അവൻ എന്റെ മകനാവുമ്പോ അവന്റെ ഭാര്യ ആരാകണമെന്ന് ഞാനായിരുന്നില്ല ഏട്ടത്തി തീരുമാനിക്കേണ്ടത്. പക്ഷെ സംഭവിച്ചതെന്താ? എന്റെ വാ എല്ലാരും കൂടി അടച്ചു. പെറ്റമ്മ എന്ന അവകാശം ഏട്ടത്തി സ്ഥാപിച്ചു. എന്നിട്ട് ആ നിധിയെ ഗൗതമിന്റെ തലയിൽ കെട്ടിവെച്ചു കൊടുത്തു. ആ സമയത്ത് സ്വന്തം മകനായി കരുതി അവനെ വളർത്തിയ എന്റെ വേദന എത്രത്തോളം ആണെന്ന് ഏട്ടത്തി ചിന്തിച്ചിരുന്നോ? ഇല്ല, ചിന്തിച്ചില്ല. എന്തിന്? എന്നെക്കുറിച്ചൊന്ന് ആലോചിച്ചതുപോലുമില്ല. പക്ഷേ അങ്ങനെ അങ്ങ് തീർന്നാ പോരല്ലോ. ഞാൻ അനുഭവിച്ച വേദന എന്റെ പ്രിയപ്പെട്ട ഏട്ടത്തി അറിഞ്ഞിരിക്കണമെന്ന് എനിക്കങ്ങ് തോന്നി. എങ്ങനെയുണ്ട്? ഇപ്പം മനസ്സിലായോ അന്നത്തെ എന്റെ സങ്കടം എത്രത്തോളം ഉണ്ടായിരുന്നു? എനിക്കിഷ്ടമില്ലാത്തൊരു പെണ്ണിനെ എന്റെ മരുമകളാക്കി. ഇപ്പൊ ഏട്ടത്തിക്ക് ഇഷ്ടമില്ലാത്ത ഒരുത്തിയെ ഞാൻ ഏട്ടത്തിക്ക് മരുമകളായിട്ടങ്ങ് തന്നു. കണ്ണിന് കണ്ണ്, അങ്ങനെ കരുതിയാ മതി. എന്തിനാ വസു നീ എന്നോടിങ്ങനെ വാശി കാണിക്കുന്നേ? നിധിയും ശിവാനിയും ഒരുപോലെയാണോ? പറ വസു. ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുൻപേ ശിവാനി ഓഹരി ചോദിച്ചു തുടങ്ങി. സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന സഹോദരങ്ങളെ തമ്മിൽ അടിക്കുന്ന പരുവത്തിലാക്കി. വന്നു കയറുന്നതിന് മുൻപേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇനി അങ്ങോട്ട് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? നോക്ക് വസു, ഇപ്പോഴും സമയം കഴിഞ്ഞു പോയിട്ടില്ല. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നമ്മുടെ പ്രണവിന്റെ ഭാവി നശിച്ചു പോകരുത്. നിന്റെ കൈകളിലാ വസു അവന്റെ ഭാവി. ഇപ്പോ നീ രേണുകയെന്ന് വിളിച്ചാൽ മാത്രം മതി. രേണുക വന്ന് ശിവാനി ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോയിക്കോളും. നോക്ക് വസു, ഒരു താലി കെട്ടിപ്പോയി എന്നൊരു തെറ്റ് പ്രണവ് ചെയ്തിട്ടുണ്ട്. അതിന് എന്തു പ്രാശ്ചിത്തം വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പക്ഷെ അവൾ ഇവിടുന്ന് ഒഴിവാക്കണം. പ്ലീസ് വസു, നീ വിചാരിച്ചാലേ അത് നടക്കൂ. അതിനെന്താ വേണ്ടെന്ന് വെച്ചാ നീ ചെയ്യണം. നല്ല ഐഡിയ. നടക്കാൻ പോകുന്ന ശിവാനിയുടെയും പ്രണവിന്റെയും ഫസ്റ്റ് നൈറ്റ് കൂടി മുടക്കണം അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, തൽക്കാലം ഞാൻ ഔട്ട് ഓഫ് സിലബസ് ആണ്. ഇനി അവരുടെ ജീവിതത്തില് ശിവാനിയും പ്രണവും മാത്രമേ ഉള്ളൂ. ഏട്ടത്തി ഒന്ന് ആലോചിച്ചു നോക്കിയേ. ഏട്ടത്തി പറഞ്ഞ ഈ ഐഡിയക്ക് പ്രണവ് സമ്മതം മൂളുവെന്ന് തോന്നുന്നുണ്ടോ? ഏട്ടത്തിയുടെ ഈ അഭിപ്രായം ഞാനിപ്പ ചെന്ന് പ്രണവിനോട് പറഞ്ഞ പെറ്റമ്മ എന്ന അധികാരം പോവെന്നു മാത്രമല്ല, ഈ മുഖത്ത് നോക്കി പിന്നെ അവൻ അമ്മയെന്ന് വിളിക്കുക പോലുമില്ല. എന്തുമാത്രം ബുദ്ധിമുട്ടിയും ത്യാഗം സഹിച്ചുമാണ് ഞാൻ ഈ വിവാഹം നടത്തിയെടുത്തതെന്ന് അറിയാലോ. എന്നിട്ടും എത്ര നിസ്സാരമായിട്ടാ അത് ഒഴിവാക്കി തരണമെന്ന് പറയുന്നത്. ശിവാനി ഈ വീട്ടിലേക്ക് മരുമകളായി വലതുകാല് വെച്ച് കയറിയിട്ടുണ്ടെങ്കിൽ അത് കയറിയത് തന്നെയാണ്. ഇനി ശിവാനിക്കൊരു തിരിച്ചുപോക്കില്ല. പോകും. ഈ വീടിന് പുറത്തേക്ക് തന്നെ പോകും. ശിവാനിയല്ല, നിധി. ഏട്ടത്തിയുടെ ഈ വില്ലത്തി അമ്മായിയമ്മ സ്വഭാവം അങ്ങ് മാറ്റ്. എന്നിട്ട് പഴയ രീതിയിലേക്ക് വാ. എന്നിട്ട് പുതിയ മരുമകൾക്ക് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്യ്. ചെല്ലേട്ടത്തി. ഏട്ടത്തി വേണ്ടേ ആ കാര്യങ്ങളൊക്കെ നോക്കാൻ? നടക്കില്ല. ശിവാനിക്ക് അതിനുള്ള അർഹതയില്ല.
അതൊക്കെ പോട്ടെ, ഞാനൊരു ചോദ്യം ചോദിക്കാം. ഗൗതമേട്ടത്തിയുടെ മകനാണോ?